ഹലോ, ഇന്ന് നമുക്ക് ഞണ്ടിനെ വൃത്തിയാക്കുന്നതും അതുപോലെ തന്നെ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെയും വീഡിയോ കാണാം. ഇത് നമുക്ക് ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പിന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യമായിട്ട് നമ്മൾ ഈ ഞണ്ടിൻ്റെ ഫ്രണ്ടിലുള്ള ഈ 2 കാലുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് തിരിച്ച് കഴിയുമ്പോഴത്തേന് അതിങ്ങ് വിട്ടുപോരും. എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കണം. ജസ്റ്റ് അത് 2 കാലും മാറ്റിയതിന് ശേഷം മറ്റുള്ള കാലിൻ്റെ എല്ലാം ഈ തുമ്പത്തുണ്ടല്ലോ, ആ തുമ്പത്ത് കാണുന്ന അത് ഇതുപോലെ തന്നെ കൈകൊണ്ടൊന്ന് തിരിച്ച് കഴിയുമ്പോഴത്തേന് വിട്ടു പോകുന്നതാണ്. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് പറിച്ചെടുക്കണം. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാലിൻ്റേതും പറിച്ചെടുക്കണം. ബാക്കിയുള്ള കാല് കളയണ്ട. ഇപ്പോൾ കളയുന്ന ആ ഭാഗമുണ്ടല്ലോ, അത് ഇതുപോലെ ജസ്റ്റ് കൈകൊണ്ടൊന്ന് ഞെക്കി കഴിയുമ്പോഴത്തേക്കിനും തിരിച്ച് അത് പോകുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗമുണ്ട്, ഈ അടിഭാഗത്ത് ഇങ്ങനെ അതിൻ്റെ ഒരു ഷെല്ലുണ്ട്, അതിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിങ്ങനെ ഓപ്പണായിട്ട് വരുവേ. അത് എന്നിട്ട് കളഞ്ഞിട്ട് ഇതിൻ്റെ ആ വലിയ തോടുണ്ട്, ആ കട്ടിയുള്ള തോടുണ്ട്, ആ തോടും കൂടെ പൊളിച്ച് കളയുമ്പോഴത്തേക്കിനും ഇതിൻ്റെ ഇടയ്ക്ക് ഈ കുറേ പൂ പോലത്തെ കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഈ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിരുമ്മി കളഞ്ഞാൽ മതി. അപ്പം ഇത് അത്രയേ ഉള്ളൂ. ഇതിനകത്തുനിന്നെല്ലാം ഞെക്കി ആ ഭാഗത്തുള്ള വേസ്റ്റ് എല്ലാം കളയണം. ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. നമ്മൾ പൈപ്പ് ഓണാക്കുവാണെങ്കിൽ വെള്ളം നല്ല ഫോഴ്സിൽ വീഴുമ്പോഴത്തേന് അതിനകത്തു നിന്നുള്ളതെല്ലാം നന്നായിട്ട് പോയി കിട്ടും. ഇത്രയേ ഉള്ളൂ. നല്ല വൃത്തിയായിട്ട് നമുക്ക് ഞണ്ടിനെ എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ മാറ്റി വെച്ചിട്ടുള്ള കാലുണ്ടല്ലോ, ആ കാലിൻ്റെ ഒരു കാല് നമുക്ക് ജസ്റ്റ് കൈകൊണ്ട് പറിച്ച് കളയുമ്പോൾ പോരും. മറ്റേത് നമ്മൾ കത്രിക കൊണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അത് അങ്ങനെ ആ 2 കാലും വൃത്തിയാക്കിയെടുത്ത് ഇത്രയാണ് ഞണ്ടിൻ്റെ കറി വെക്കാൻ പാകമായിട്ടുള്ള പോർഷൻ. ഇത്രയാണ്. അതത്രയും നമുക്ക് വൃത്തിയാക്കിയിട്ട് കഴുകിയെടുത്ത് വെക്കാം. ഇനി ഇത് കറി വയ്ക്കാനായിട്ട് ആവശ്യമുള്ളത് ഒരു 2 മീഡിയം സൈസ് സവോള, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ ഒരു പിടി കുഞ്ഞുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. കരിയാപ്പില, തക്കാളി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. തക്കാളിയൊക്കെ ഒരു മീഡിയം പുളിയുടെ അനുസരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത്. ഇത്രയും സാധനമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അത് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു പിടി തേങ്ങ കൊത്തിയെടുത്തതും കൂടെയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് രണ്ടും ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള, പച്ചമുളക്, കുഞ്ഞുള്ളി എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. നമ്മൾ മുടി തുറന്ന് കഴിയുമ്പോഴത്തേക്കിനും ഇതിപ്പോൾ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്കതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, അതിനനുസരിച്ച് എരിവിനനുസരിച്ച് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കൂടിയിട്ട് പച്ചമണം പോകണ വരെ ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ ഈ ഞണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഞണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് നല്ല തിളച്ച വെള്ളമുണ്ട്, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതൊന്ന് ജസ്റ്റ് സൈഡ് വഴി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടൊരു ചെറിയ ഫ്ലെയിമിൽ, ഗ്യാസ് ചെറിയ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഡ്രൈ ആകുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കരിയാപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.